മജ്ജ്‌മ നികായ 44 ചൂള വേദല്ല സുത്ത്. ഉപാസകനായിട്ടുള്ള വിശാഖനും അതേപോലെ തന്നെ ഭിക്ഷുണി ധമ്മദിന്നിയുമായിട്ട് ഉള്ള സംവാദമാണ് ഈ സുത്തം. ഉപാസകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ധർമ്മത്തിൻ്റെ സംഘത്തിൻ്റെ ശരണം തേടിയ വ്യക്തി, ഗൃഹസ്ഥ വ്യക്തി, ആ വ്യക്തിക്കാണ് ഉപാസകൻ എന്ന് പറയുന്നത്. വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു സൂത്രമാണ് ഇത്. പലർക്കും ധ്യാനങ്ങളെപ്പറ്റി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിൽ സുഖമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുമൂലം നമ്മളുടെ രാഗം കൂടും, ദ്വേഷം കൂടും, നമ്മളുടെ അവിദ്യ കൂടും എന്നെല്ലാം അവർ വിചാരിക്കുന്നുണ്ട്. അതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഈ സൂത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സൂത്രത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിനാൽ ധ്യാനത്തിനെപ്പറ്റി സംശയം പറയുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം നിങ്ങൾ അയച്ചു കൊടുക്കുക. ധ്യാനത്തെക്കുറിച്ചുള്ള അവരുടെ തെറ്റായിട്ടുള്ള സങ്കല്പങ്ങൾ പരിപൂർണമായിട്ട് മാറുന്നതാണ്. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ രാജഗഹ എന്ന സ്ഥലത്ത് നിവസിക്കുകയായിരുന്നു. അവിടെ മുളകളുടെ വനമുണ്ട്. അവിടെ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഭഗവാൻ വിഹരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഉപാസകൻ വിശാഖ ഭിക്ഷുണി ധമ്മദിന്നിയുടെ അടുത്തുപോയി ഭിക്ഷുണിയെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭിക്ഷുണിയോട് ഇങ്ങനെ ചോദിച്ചു, ആര്യേ സക്കായോ സക്കായോ എന്ന് പറയാറുണ്ട്. ഭഗവാൻ പറഞ്ഞ ഈ സക്കായോ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഭിക്ഷുണികളെ 2500 വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപൂർവ്വം അയ്യേ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾക്ക് സൗകര്യപ്രദമായിട്ട് ആര്യേ എന്നാക്കാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ സക്കായ എന്ന് പറഞ്ഞ ആ കാര്യം എന്താണ്? നമ്മൾക്കറിയാം, ഒരു വ്യക്തി ശ്രോതാപന്നനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ സക്കായ ദൃഷ്ടി അത് ഇല്ലാതാകും. അതായത് ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്നുള്ള ആ ദൃഷ്ടി ഇല്ലാതാകും. അപ്പോൾ എന്താണ് ഈ സക്കായ ദൃഷ്ടി എന്ന് ചോദിക്കുകയാണ്. മിത്രവിശാഖ, ഈ 5 ഉപാദാന സ്കന്ധങ്ങളെയാണ് ഭഗവാൻ സക്കായ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ളത്. ഉപാദാനം എന്ന് പറയുമ്പോൾ അത് എൻ്റെയാണ് എന്നുള്ള തോന്നൽ, അതിനെയാണ് ഉപാദാനം എന്ന് വിളിക്കുന്നത്. സ്കന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം. ഭഗവാൻ ഈ 5 ഉപാദാന സ്കന്ധങ്ങളെയാണ് സക്കായ എന്ന് വിളിച്ചിരുന്നത്. ആ ഉപാദാന സ്കന്ധങ്ങൾ ഇപ്രകാരമാണ്: രൂപ ഉപാദാന സ്കന്ധം, വേദന ഉപാദാന സ്കന്ധം, സംജ്ഞ ഉപാദാന സ്കന്ധം, സംഖാര ഉപാദാന സ്കന്ധം, വിജ്ഞാന ഉപാദാന സ്കന്ധം. ഇവിടെ രൂപം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. ബാക്കി 4 സ്കന്ധങ്ങൾ വേദന, സംജ്ഞ, സംഖാര, വിജ്ഞാനം, ഇത് മുഴുവൻ മനസ്സിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ശരീരത്തെയും മനസ്സിനെയും കൂടിയതാണ് ഇവിടെ സക്കായ എന്ന് പറയുന്നത്. ഭഗവാൻ ഈ 5 ഉപാദാന സ്കന്ധങ്ങളെയാണ് സക്കായ എന്ന് വിളിച്ചിരുന്നത്. സാധു, വളരെ നല്ലത് എന്ന് വിശാഖൻ പറഞ്ഞു. ധമ്മദിന്ന ഭിക്ഷുണിയുടെ ആ വചനങ്ങളെ അനുമോദിച്ചു. എന്നിട്ട് വീണ്ടും ധമ്മദിന്ന ഭിക്ഷുണിയോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. ആര്യേ സക്കായ സമുദയോ സക്കായ സമുദയോ എന്ന് വിളിക്കാറുണ്ട്. ഈ സക്കായ സമുദയോ എന്ന് ഭഗവാൻ പറയുന്നതിൻ്റെ ഉൽപ്പത്തിക്കുള്ള കാരണം എന്താണ്? മിത്രവിശാഖ, യായം തണുഹ പോനഭവിക നന്ദീരാഗ സഹഗത തത്ര തത്രാഭിനന്ദിനി സെയ്യതിതം. സുഹൃത്തെ വിശാഖ, അതിനുള്ള കാരണം തൃഷ്ണയാണ്. അത് വീണ്ടും വീണ്ടും ജന്മം തരുന്നതാണ്. അതിൽ ആസ്വാദനവും രാഗവുമുണ്ട്. അത് പഞ്ചേന്ദ്രിയങ്ങളിലെ സുഖങ്ങളെ അനുമോദിക്കുന്നു, ആസ്വദിക്കുന്നു. ആ തൃഷ്ണ 3 തരത്തിലുണ്ട്: കാമതണഹ, ഭവതണഹ, വിഭവതണഹ. കാമതണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളോടുള്ള സുഖങ്ങളോടുള്ള തൃഷ്ണ. ഭവതണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉയർന്ന ലോകങ്ങളിൽ ജനിക്കണം എന്ന ആഗ്രഹം, അതായത് ദേവലോകത്തോ ബ്രഹ്മലോകത്തോ അങ്ങനെയുള്ള ആഗ്രഹം. വിഭവതണഹ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ലോകത്തും ജനിക്കണ്ട എന്നുള്ള ആ ദ്വേഷത്തിൻ്റെ തൃഷ്ണ. മിത്രവിശാഖ, ഭഗവാൻ ഇതാണ് സക്കായ സമുദയത്തിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആര്യേ സക്കായ നിരോധോ സക്കായ നിരോധോ എന്ന് അവർ പറയുന്നു. ഭഗവാൻ പറഞ്ഞ ഈ സക്കായ നിരോധോ എന്നത് എന്താണ്? മിത്രവിശാഖ, തസ്സായേവ തനഹായ അശേഷ വിരാഗ നിരോധോ ഛാഗോ പടിനിസഗ്ഗോ മുക്തി അനാലയോ. മിത്രവിശാഖ, ആ തൃഷ്ണയുടെ
പൂർണ്ണമായിട്ടുള്ള വിടുതൽ, അതിൽ അനാസക്തി, അതിനെ ത്യജിക്കൽ, അതിനെ ഉപേക്ഷിക്കൽ, അതിൽ നിന്ന് മുക്തി, അതിനോട് ആസക്തി പുലർത്താതിരിക്കുന്നത്, ഇതിനെയാണ് സക്കായ നിരോധോ എന്ന് വിളിക്കുന്നത്. ആര്യേ സക്കായ നിരോധഗാമിനി പടിപത, സക്കായ നിരോധഗാമിനി പടിപത എന്ന് അവർ പറയുന്നു. ഭഗവാൻ പറഞ്ഞ ഈ സക്കായ നിരോധഗാമിനി പടിപത അത് എന്താണ്? അതായത് ഈ സക്കായ ദൃഷ്ടി നിരോധിക്കാനുള്ള മാർഗം എന്താണ്? ഇവിടെ ഞാൻ ശരീരമാണ്, മനസ്സാണ് എന്നുള്ള ആ തോന്നൽ വളരെ പാപകരമായിട്ടുള്ള ദൃഷ്ടിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഇതിലാണ് എല്ലാ ആസക്തിയും കിടക്കുന്നത്, ഇതിലാണ് ബന്ധനം കിടക്കുന്നത്. നിങ്ങൾ ഏതുവരെ ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ അതുവരെ നിങ്ങൾക്ക് മുക്തിയില്ല. പക്ഷേ ഇത് വായിച്ച് അറിയേണ്ട ഒരു കാര്യമല്ല, അനുഭവിച്ച് അറിയേണ്ട കാര്യമാണ്. വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിനെ ധ്യാനം ചെയ്ത് പരമാണു ലെവൽ വരെ നമ്മൾ അറിഞ്ഞതിന് ശേഷം ഇത് അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മമാണെന്ന് സ്വയം അനുഭവത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. അതായത് ധ്യാനം പരിശീലിക്കണം എന്ന് അർത്ഥം. ഈ ഉപദേശങ്ങൾ കേട്ടിട്ട് നമ്മൾക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. മിത്രവിശാഖ സക്കായ നിരോധഗാമിനി പടിപത എന്ന ആ മാർഗം ഈ ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. ആര്യ അഷ്ടാംഗിക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 അംഗങ്ങളുള്ള മാർഗത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആര്യന്മാരാകും, മുക്തന്മാരാകും. അതുകൊണ്ടാണ് ആര്യ അഷ്ടാംഗിക മാർഗം എന്ന് വിളിക്കുന്നത്. ആ ആര്യ അഷ്ടാംഗിക മാർഗം ഇപ്രകാരമാണ്: സമ്മാദിഷ്ഠി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വീഡിയോകൾ ഈ പ്ലേലിസ്റ്റിൻ്റെ ആദ്യ വീഡിയോയിലുണ്ട്. ആര്യേ ഏതൊരു ഉപാദാനത്തെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അത് ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ തന്നെയാണോ പറയുന്നത്? അല്ലെങ്കിൽ 5 ഉപാദാന സ്കന്ധങ്ങൾ അല്ലാത്ത ആ ഉപാദാനത്തെ പറ്റിയാണോ പറയുന്നത്? മിത്രവിശാഖ ആ ഉപാദാനം എന്ന് പറയുന്നത് ശരിക്കും ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ അല്ല. എന്നാൽ ആ 5 ഉപാദാന സ്കന്ധങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഉപാദാനത്തെയല്ല ഇവിടെ പറയുന്നത്. മിത്രവിശാഖ ഈ 5 ഉപാദാന സ്കന്ധത്തിനോടുള്ള ഛന്ദരാഗോ, അതിനോടുള്ള ആഗ്രഹവും രാഗത്തെയുമാണ് അവിടെ ഉപാദാനം എന്ന് പറയുന്നത്. ഉപാദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെയാണ് എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള വിശ്വാസം. ആര്യേ സക്കായ ദൃഷ്ടി എപ്രകാരമാണ് ഉണ്ടാകുന്നത്? മിത്രവിശാഖ एक സാധാരണ വ്യക്തി, പുതുജന്, ആ വ്യക്തി ആര്യന്മാരെ കണ്ടിട്ടില്ല, ആര്യധർമ്മത്തിൽ പ്രാവീണ്യമുള്ളവനല്ല, ആര്യധർമ്മത്തിൽ ശിക്ഷണം നേടിയിട്ടില്ല, സത്പുരുഷന്മാരെ ആ വ്യക്തി ദർശിച്ചിട്ടില്ല, സത്പുരുഷ ധർമ്മത്തിൽ ആ വ്യക്തി പ്രാവീണ്യമുള്ളവനല്ല, സത്പുരുഷ ധർമ്മത്തിൽ ആ വ്യക്തി പരിശീലനം നേടിയിട്ടില്ല. ആ വ്യക്തി രൂപം തൻ്റെയാണ് എന്ന് കരുതുന്നു, തനിക്ക് രൂപമുണ്ട് എന്ന് കരുതുന്നു, രൂപത്തെ താനെന്ന് കരുതുന്നു, തന്നെ രൂപം എന്ന് കരുതുന്നു. ഇവിടെ രൂപം എന്ന് പറയുന്നത് ശരീരം. അതേപോലെ തന്നെ മനസ്സിലെ 4 സ്കന്ധങ്ങളെ അവർ വേദനയെ, സഞ്ജയെ, സംഖാരത്തെ, വിജ്ഞാനത്തെ താനെന്ന് കരുതുന്നു, തന്നിലാണ് വിജ്ഞാനം എന്ന് കരുതുന്നു, വിജ്ഞാനത്തിലാണ് ഞാൻ എന്ന് കരുതുന്നു, താൻ വിജ്ഞാനമാണ് എന്ന് കരുതുന്നു. മിത്രവിശാഖ ഇപ്രകാരമാണ് സക്കായ ദൃഷ്ടി ഉണ്ടാകുന്നത്. ആര്യേ എപ്രകാരമാണ് സക്കായ ദൃഷ്ടി ഇല്ലാതാകുന്നത്? മിത്രവിശാഖ ഒരു ആര്യ ശ്രാവകൻ, അതായത് മുക്തി നേടിയ വ്യക്തിയിൽ നിന്ന് കേട്ട് പരിശീലിക്കുന്ന ഒരു വ്യക്തി, സുതുവ, അവൻ കേട്ടിട്ടുണ്ട്, ആര്യന്മാരെ കണ്ടിട്ടുണ്ട്, ആര്യധർമ്മത്തിൽ പ്രാവീണ്യമുള്ളവനാണ്, ആര്യധർമ്മത്തിൽ സുശിക്ഷിതനാണ്, സത്പുരുഷന്മാരെ ദർശിച്ചിട്ടുണ്ട്, സത്പുരുഷ ധർമ്മത്തിൽ പ്രാവീണ്യമുള്ളവനാണ്, സത്പുരുഷ ധർമ്മത്തിൽ സുശിക്ഷിതനാണ്. ആ വ്യക്തി രൂപത്തെ തൻ്റേതാണ് എന്ന് കരുതുന്നില്ല, അതായത് ശരീരത്തെ തൻ്റേതാണ് എന്ന് കരുതുന്നില്ല, താൻ ഈ രൂപമാണ് എന്ന് കരുതുന്നില്ല, രൂപം തൻ്റെയാണ് എന്ന് കരുതുന്നില്ല, താൻ രൂപമാണ് എന്ന് കരുതുന്നില്ല. ഇതേ പ്രകാരത്തിൽ വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം തൻ്റെയാണെന്ന് കരുതുന്നില്ല, താൻ വിജ്ഞാനമാണ് എന്ന് കരുതുന്നില്ല, വിജ്ഞാനം തന്നിലാണ് എന്ന് കരുതുന്നില്ല,
താൻ വിജ്ഞാനമാണ് എന്ന് കരുതുന്നില്ല. മിത്രവിശാഖ, ഇപ്രകാരം സക്കായദിട്ടി ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ സംഭവിക്കുന്നത് ധ്യാനത്തിലൂടെയാണ്. സൂക്തങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉപദേശങ്ങൾ കേട്ടിട്ടോ നമ്മൾക്ക് ഈ കാര്യം ഒരിക്കലും അറിയില്ല. ധ്യാനം ചെയ്യുന്ന സമയത്ത്, അതായത് ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സൂക്ഷ്മമാകുകയും എല്ലാം പരമാണുക്കളെ പോലെ കാണുകയും ചെയ്യും. അതായത് അതിൻ്റെ സൂക്ഷ്മ തലത്തിലെത്തും. അപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാം അനിത്യമാണ് എന്ന് നമ്മൾക്കറിയാം. അനിത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ദുഃഖമാണെന്നറിയാം, അനാത്മകമാണ് എന്നറിയാം. അപ്പോൾ ഈ ശരീരത്തെയോ മനസ്സിലെയോ അതിൽ ഒരു കാര്യത്തിനെയും തൻ്റേത് എന്ന് കരുതലില്ല. കാരണം എന്താണ്? നമ്മൾക്ക് സ്വയം അനുഭവമുണ്ട്, അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനിത്യമാണ്, പരമാണുക്കളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി. ആര്യെ, ഈ ആര്യ അട്ടങ്കികോ മഗ്ഗോ അത് എന്താണ്? മിത്രവിശാഖ, അത് ഈ ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. അതായത് സമ്മാദിട്ടി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. അരിയോ പനയ്യേ അട്ടങ്കികോ മഗ്ഗോ സംഘത്തോ ഉദാഹു അസംഗത്തോതി. അതായത് ഈ ആര്യ അഷ്ടാംഗിക മാർഗം ഏതിലെങ്കിലും ആശ്രിതമാണോ അതോ ആശ്രിതമല്ലാത്തതാണോ? കണ്ടീഷൻഡാണോ അൺകണ്ടീഷൻഡാണോ? മിത്രവിശാഖ, ഈ ആര്യ അഷ്ടാംഗിക മാർഗം ആശ്രിതമാണ് അല്ലെങ്കിൽ കണ്ടീഷൻഡാണ്. ആര്യെ, 3 സ്കന്ധങ്ങൾ ഈ ആര്യ അഷ്ടാംഗിക മാർഗത്തിൽ പെടുന്നതാണോ? അഥവാ ഈ ആര്യ അഷ്ടാംഗിക മാർഗം 3 സ്കന്ധങ്ങൾ പെടുന്നതാണോ? ഇവിടെ 3 സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ തയോ ഖന്ത എന്ന് പറയുന്നത് ശീലം, സമാധി, പ്രജ്ഞയാണ്. ഈ ആര്യ അഷ്ടാംഗിക മാർഗത്തെ ശീലത്തിലും സമാധിയിലും പ്രജ്ഞയിലും പെടുത്താം. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. മിത്രവിശാഖ, ഈ 3 സ്കന്ധങ്ങളെ ആര്യ അഷ്ടാംഗിക മാർഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ ആര്യ അഷ്ടാംഗിക മാർഗത്തെ ഈ 3 സ്കന്ധങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിത്രവിശാഖ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ ഇത് ശീലസ്കന്ധത്തിലാണ് ഉള്ളത്. ഈ ആര്യ അഷ്ടാംഗിക മാർഗത്തിനെ പറ്റിയിട്ട് ഈ പ്ലേലിസ്റ്റിൻ്റെ മുന്നിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കുക. സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി ഈ ധർമ്മങ്ങൾ സമാധി സ്കന്ധത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സമ്മാദിട്ടി, സമ്മാ സങ്കപ്പോ ഇതിനെ പഞ്ഞഖന്ധത്തിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പ്രജ്ഞാസ്കന്ധത്തിൽ. അപ്പോൾ വിശാഖ വീണ്ടും ചോദിച്ചു, ആര്യെ, സമാധി എന്താണ്? സമാധിക്കുള്ള അടിസ്ഥാനങ്ങൾ എന്താണ്? സമാധിക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങൾ എന്താണ്? സമാധിയെ എങ്ങനെ നമ്മൾക്ക് വർദ്ധിപ്പിക്കാം? വിശാഖ, ചിത്തത്തിൻ്റെ ഏകാഗ്രത, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അതായത് മനസ്സിൻ്റെ ഏകാഗ്രത. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ അല്ല ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാഹിതം, അതായത് ചിത്തത്തെ സമാഹിതമാക്കുക എന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സമാധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 4 സതിപഠാനമാണ്. അതായത് കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. ഇതാണ് നമ്മുടെ സമാധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സമാധിയുടെ മുന്നൊരുക്കം എന്ന് പറയുന്നത് 4 സമ്മപ്രധാന ആണ്. അതായത് ശരിയായിട്ടുള്ള വ്യായാമത്തിനെ തന്നെയാണ് ഇവിടെ സമ്മപ്രധാന എന്ന് പറയുന്നത്. മനസ്സിൻ്റെ വ്യായാമം, അതായത് ചീത്തയെ എടുത്തു കളയുക, ചീത്ത വരാൻ സമ്മതിക്കാതിരിക്കുക, മനസ്സിൽ നല്ലതുണ്ടെങ്കിൽ സംരക്ഷിക്കുക, നല്ലതില്ലെങ്കിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. യേ തേസം ഏവ ധമ്മാനം ആസേവന, ആ ധർമ്മങ്ങളെ, അതായത് സമാധിക്ക് ആവശ്യമായിട്ടുള്ള ആ ധർമ്മങ്ങളെ ആസേവന, വീണ്ടും വീണ്ടും അതിനെ സേവിക്കൽ, അതായത് അതിനെ ഉപയോഗിക്കൽ. ഭാവന, വീണ്ടും വീണ്ടും അഭ്യാസം ചെയ്യൽ. ബഹുലീകമ്മം, അതിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കൽ. ആയം എത്ത സമാധി ഭാവനാതി, ഇപ്രകാരമാണ് സമാധിയെ ഭാവന ചെയ്യുന്നത്. അതായത് വീണ്ടും വീണ്ടും അഭ്യസിച്ചിട്ടാണ് അതിനെ ഭാവന ചെയ്യേണ്ടത്. ആര്യെ, സംഘാരം എത്ര തരത്തിലുണ്ട്? മിത്രവിശാഖ, സംഘാരം 3 തരത്തിലുണ്ട്. കായസംഘാരം, വചീസംഘാരം, ചിത്തസംഘാരം. ആര്യെ, ഈ കായസംസ്കാരം എന്നാൽ എന്താണ്? ചിത്തസംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വചീ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസ്സാസ പസ്സാസ ഖോ ആവുസോ
വിശാഖ കായസംഖാരോ. വിശാഖ നമ്മുടെ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം, അതിനെയാണ് കായസംഖാരം എന്ന് പറയുന്നത്. വിതർക്ക വിചാര വചീ സംഖാരോ. നമ്മുടെ മനസ്സിൽ നടക്കുന്ന വിതർക്ക വിചാരങ്ങൾ, അതിനെയാണ് വചീ സംസ്കാരം അല്ലെങ്കിൽ വാണിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. സംജ്ഞാച്ച വേദനാച്ച ചിത്തസംഖാരോതി. നമ്മുടെ മനസ്സിലെ സംഖ്യയും വേദനയും, അതിനെയാണ് ചിത്തസംഖാര എന്ന് വിളിക്കുന്നത്. വേദന എന്ന് പറയുന്നത് സംവേദന, അനുഭവം. സതിപഠാന സൂത്രത്തിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കാം. പസംഭയം കായസംഖാരം അസസ്സിസാമീതി സിഖതി. അതായത് കായസംസ്കാരങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് ഞാൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, കായസംസ്കാരങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് ഞാൻ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു. എന്താണ് ഈ കായസംസ്കാരം എന്ന് അവിടെ പറയുന്നില്ല. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കായസംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം. അപ്പോൾ ആനാപാനിയിൽ ഉള്ള ഇൻസ്ട്രക്ഷനിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓരോ ശ്വാസത്തെയും പ്രശാന്തമാക്കി കൊണ്ടുവരികയാണ്. ഇതൊരു ആക്ഷൻ വെർബാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, സ്വയം സംഭവിക്കുന്ന കാര്യമല്ല. അതിന് പ്രശാന്തമാക്കി കൊണ്ടുവന്നതിന് ശേഷം അപ്പോൾ നമ്മൾക്ക് പീതി സുഖം അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ധ്യാനത്തിലേക്കാണ് പിന്നീട് മാറുന്നത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. ശ്വാസം ഒരു ആലംബനം മാത്രമാണ്, നമ്മുടെ ലക്ഷ്യമല്ല. അതിനാൽ പതുക്കെ പതുക്കെ അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ തിരിയുന്നത്. അതായത് ധ്യാനത്തിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. ആനാപാനസതി സൂത്രത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സതിപഠാന സൂത്രത്തിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ആര്യേ കാസ്മാപനയേ അസ്സാസപസ്സസ കായസംഖാരോ കസ്മാ വിതക്ക വിചാര വചീസംഖാരോ കസ്മാ സംജ്ഞാച്ച വേദനാച്ച ചിത്തസംഖാരോതി. ആര്യേ ഈ ആശ്വാസ പ്രശ്വാസം, അതായത് അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം, അതിനെ എന്തുകൊണ്ടാണ് കായസംസ്കാരം എന്ന് പറയുന്നത്? വിതർക്ക വിചാരങ്ങളെ എന്തുകൊണ്ടാണ് വചീ സംസ്കാരം എന്ന് പറയുന്നത്? സംജ്ഞ വേദനയെ എന്തുകൊണ്ടാണ് ചിത്തസംഖാരം എന്ന് പറയുന്നത്? അസ്സാസപസ്സാസഖോ ആവുസോ വിശാഖ കായിക ഏതേ ധമ്മ കായപ്പടിബദ്ധ തസ്മാ അസ്സാസപസ്സാസ കായസംഖാരോ. മിത്ര വിശാഖ, ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് കായികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ശരീരവുമായിട്ട് സംബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കായപ്പടിബദ്ധത ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ശ്വാസോച്ഛ്വാസത്തെ കായസംഖാര എന്ന് പറയുന്നത്. പുബ്ബേഖോ ആവസോ വിശാഖ വിതക്യത്വ വിചാരിത്വ പച്ഛ വാചം ഭിന്ദതി തസ്മാ വിതക്ക വിചാര വചീസംഖാരോ. മിത്ര വിശാഖ, ആദ്യം നിങ്ങൾ വിതർക്ക വിചാരം ചെയ്യുന്നു, അതിന് ശേഷമാണ് നിങ്ങൾ വാക്കുകൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വിതർക്ക വിചാരത്തെ വചീസംഖാരം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് യു പ്ലേസ് ദ മൈൻഡ് ആൻഡ് കീപ്പ് ഇറ്റ് കണക്റ്റഡ്, ദെൻ യു ബ്രേക്ക് ഇൻ ടു സ്പീച്ച്. ദാറ്റ് ഈസ് വൈ പ്ലേസിംഗ് ദ മൈൻഡ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് കണക്റ്റഡ് ആർ വെർബൽ പ്രോസസ്സസ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പാലി വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. പാലി ഭാഷയിൽ തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിനോടൊത്ത് നമ്മൾ പാലിയും നോക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാകൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും നമ്മൾക്ക് ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഉദാഹരണമായിട്ട് വിതർക്ക വിചാരം എന്ന 2 വാക്കുകളുണ്ട് ധ്യാനത്തിൽ വരുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ അപ്ലിക്കേഷൻ ആൻഡ് സസ്റ്റെയിൻഡ് അപ്ലിക്കേഷൻ എന്നാണ്. ഇതിൽ നമ്മൾക്ക് എന്താണ് മനസ്സിലാകുക? അതിനാലാണ് വളരെ നല്ല അറിവുള്ള വ്യക്തികൾ കൂടി ഇംഗ്ലീഷിൽ ഈ ഭഗവാന്റെ വാക്യങ്ങളെ കേൾക്കുന്ന സമയത്ത് അവർക്കൊന്നും മനസ്സിലാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. സംജ്ഞ ച വേദന ച ചേതസിക ഏതേ ധമ്മ ചിത്തപ്പടിബദ്ധ തസ്മാ സംജ്ഞ ച വേദന ച ചിത്തസംഖാരോതി. സംജ്ഞ വേദന ഇവ ചേതസിക, അതായത് ചിത്തത്തിൻ്റെ ധർമ്മങ്ങളാണ്. അത് ചിത്തവുമായിട്ട് യോജിച്ച് പോകുന്നതാണ്. അതായത് ചിത്തത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സംജ്ഞ വേദന ഇവയെ ചിത്തസംസ്കാരം എന്ന് വിളിക്കുന്നത്. വീണ്ടും വിശാഖ ചോദിച്ചു, ആര്യേ എങ്ങനെയാണ് ഒരു വ്യക്തി സംജ്ഞ വേദീത നിരോധ സമാപത്തി നേടുന്നത്?
ഇതിനെപ്പറ്റി അറിയുന്നതിന് മുമ്പ് നമ്മൾക്ക് അല്പം ധ്യാനത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതായത് 1 തൊട്ട് 8 വരെ ധ്യാനങ്ങളുണ്ട്. ഈ 8 വരെ ധ്യാനങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തേക്കും നമ്മുടെ മനസ്സ് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു വിചാരവുമില്ലാതെ നിശബ്ദമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിനുശേഷം പെട്ടെന്ന് നമ്മുടെ സഞ്ജ്ഞ അതേപോലെ തന്നെ വേദന രണ്ടും നിരോധമാകുന്നൊരവസ്ഥ 8ാമത്തെ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാവും. അത് ചിലപ്പോൾ കുറച്ച് ക്ഷണങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ കുറേ മിനിറ്റുകൾക്ക്, അല്ലെങ്കിൽ മണിക്കൂറുകൾ നിലനിൽക്കാം. അതിനെയാണ് ഇവിടെ സഞ്ജ്ഞ, വേദീത, നിരോധ, സമാപത്തി എന്നെല്ലാം പറയുന്നത്. അതായത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എവിടെയും നമ്മൾക്ക് സംവേദന ഉണ്ടാകുകയില്ല. അതേപോലെ തന്നെ സംഖ്യ, അതായത് നമ്മളുടെ അതിനെ മൂല്യാങ്കനം ചെയ്യുന്ന ആ കാര്യം അവിടെ വർക്ക് ചെയ്യില്ല. ഒരു മരിച്ച ഒരു വ്യക്തിയുടെ ആ അവസ്ഥയ്ക്ക് തുല്യമാണ് ഈ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് നമ്മൾക്ക് നിബ്ബാണം ഉണ്ടാകുന്നത്. ഇത് നിബ്ബാണത്തിൻ്റെ അവസ്ഥയല്ല. ഇവിടെ വിശാഖ എന്ന് പറയുന്ന ഉപാസകൻ മുൻപ് തന്നെ അനാഗാമിയാണ്. അതായത് ഭഗവാന്റെ ഉപദേശം കേൾക്കാൻ പോയി, കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം അനാഗാമിയായി. പക്ഷേ ധമ്മദീന്ന എന്ന് പറയുന്ന ആ ഭിക്ഷുണി അർഹന്തയാണ്. ഈ അനാഗാമികൾക്ക്, അർഹന്തന്മാർക്ക് ഒരു ഗുണമുണ്ട്. അവർക്ക് ഈ അവസ്ഥയിൽ എത്ര സമയം വേണമെങ്കിലും നിൽക്കാനുള്ള കഴിവുണ്ട്. അതായത് മാക്സിമം 7 ദിവസം വരെ അവർക്ക് ഈ അവസ്ഥയിൽ നിൽക്കാവുന്നതാണ്. അതിനെപ്പറ്റി അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് അദ്ദേഹം ഇതിനെപ്പറ്റി ചോദിക്കുന്നത്. ആര്യെ, എങ്ങനെയാണ് ഒരു വ്യക്തി സഞ്ജ്ഞ, വേദീത, നിരോധ, സമാപത്തി നേടുന്നത്? മിത്ര വിശാഖ, സഞ്ജ്ഞ, വേദീത, നിരോധ അവസ്ഥ നേടുന്ന ഒരു ഭിക്ഷു ഒരിക്കലും ഇങ്ങനെ വിചാരിക്കുന്നില്ല: ഞാൻ സഞ്ജ്ഞ, വേദീത, നിരോധ അവസ്ഥ പ്രാപിക്കും, ഞാൻ സഞ്ജ്ഞ, വേദീത, നിരോധ അവസ്ഥ പ്രാപിക്കാൻ പോവുകയാണ്, ഞാൻ സഞ്ജ്ഞ, വേദീത, നിരോധ അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ അവൻ വിചാരിക്കുകയില്ല. പുബ്ഭേവ തഥാ ചിത്തം ഭാവിതം ഹോതി യം തം തദത്തായ ഉപനേതീതി. മിത്ര വിശാഖ, അവരുടെ ചിത്തം മുൻപേ തന്നെ അതിന് പരിശീലിച്ചതാണ്, അതിനാലാണ് അത് നേടുന്നത്. അപ്പോൾ വിശാഖ വീണ്ടും ചോദിച്ചു: ആര്യെ, സഞ്ജ്ഞ, വേദീത, നിരോധ എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏത് ധർമ്മമാണ് ആദ്യം ഇല്ലാതാകുന്നത്? കായസംഖാരമാണോ, വചീസംഖാരമാണോ, ചിത്തസംഖാരമാണോ ആദ്യമായിട്ട് ഇല്ലാതാകുന്നത്? മിത്രവിശാഖ, സഞ്ജ്ഞ, വേദീത, നിരോധത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു ഭിക്ഷുവിന് ആദ്യം വചീസംഖാരം നിൽക്കുന്നു, അതിനുശേഷം കായസംഖാരം നിൽക്കുന്നു, അതിനുശേഷം ചിത്തസംഖാരം നിൽക്കുന്നു. ഇതെല്ലാം ഉയർന്ന സാധകർക്ക് വേണ്ടിയിട്ടാണ്, അതായത് അനാഗാമി, അർഹന്തൻ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ സാധാരണ വ്യക്തികളും ഇതെല്ലാം കേട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. ആര്യെ, എന്നാൽ എങ്ങനെയാണ് ഒരു വ്യക്തി ഈ സഞ്ജ്ഞ, വേദീത, നിരോധ എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? മിത്രവിശാഖ, ഈ സഞ്ജ്ഞ, വേദീത, നിരോധ എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് ഒരു ഭിക്ഷു ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുന്നില്ല: ഞാൻ ഈ സഞ്ജ്ഞ, വേദീത, നിരോധാവസ്ഥയിൽ നിന്ന് പുറത്തു വരും, ഞാൻ ഈ സഞ്ജ്ഞ, വേദീത, നിരോധ അവസ്ഥയിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സഞ്ജ്ഞ, വേദീത, നിരോധ അവസ്ഥയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് ആ ഭിക്ഷു വിചാരിക്കുന്നില്ല. അവരുടെ ചിത്തം മുൻപേ തന്നെ ഇത്തരത്തിൽ ഭാവിതമാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നത്. ഇതിന് നമ്മൾക്ക് ഒരുപാട് പരിശീലനം വേണം. അതായത് ഈ സഞ്ജ്ഞ, വേദീത, നിരോധ അവസ്ഥയിൽ ഉള്ളിലേക്ക് പോകാനും അതേപോലെ തന്നെ പുറത്തു വരാനും നമ്മൾ കുറേ പരിശീലിക്കേണ്ടതുണ്ട്. അതിന് ആദ്യപടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ഒരു സങ്കല്പം എടുക്കുക. രാവിലെ 4 മണി കഴിഞ്ഞ് 10 മിനിറ്റിന് നമ്മൾ എഴുന്നേൽക്കും എന്ന് സങ്കല്പിച്ച ശേഷം നമ്മൾ കിടക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ ആ സമയത്ത് ഉണരുന്നുണ്ടോ എന്ന് നോക്കുക. കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഉണരില്ല, എന്നാലും അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഉണരുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു സമയമായിരിക്കണം വെക്കേണ്ടത്. 4 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് ഞാൻ എഴുന്നേൽക്കും എന്ന് വിചാരിക്കുക. ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ രീതിയിൽ അഭ്യസിക്കുക. അതിനുശേഷം നമ്മൾ അനാഗാമി ആ അവസ്ഥ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ സങ്കല്പിക്കണം: ഞാൻ 1 മണിക്കൂർ 10 മിനിറ്റ് ഞാൻ ഈ അവസ്ഥയിലിരിക്കും എന്ന് പൂർവ്വസങ്കല്പം നമ്മൾ ചെയ്തിട്ട് വേണം ഇരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഉണരുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ 7 ദിവസം വരെ ഒരു അനാഗാമി അല്ലെങ്കിൽ ഒരു അർഹന്തന് 7 ദിവസം വരെ ഈ അവസ്ഥയിൽ ഇരിക്കാനുള്ള കപ്പാസിറ്റി കൈവരുന്നതാണ്.
ആര്യെ, ഈ സന്യ വേദീത നിരോധ അവസ്ഥ ഇതിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ആദ്യം ഏത് ധർമ്മമാണ് ഉണ്ടാകുന്നത്? കായസംസ്കാരമാണോ, വചീ സംസ്കാരമാണോ, ചിത്തസംസ്കാരമാണോ? സന്യ വേദീത നിരോധ സമാപത്തിയിൽ നിന്ന് പുറത്തു വരുന്ന ആ ഭിക്ഷുവിന് ആദ്യം ഉണ്ടാകുന്നത് ചിത്തസംഹാരമാണ്. അതായത് ആദ്യം സന്യ വേദന ഇത് ജോലി ചെയ്യാൻ തുടങ്ങും. അടുത്തതായിട്ട് കായസംഹാരം, അതിനുശേഷം ശ്വാസം അകത്തേക്കും പുറത്തേക്കും വരാൻ തുടങ്ങും. അതിനുശേഷം വചീ സംഹാരം, അതായത് വിതർക്ക വിചാരം അതിനുശേഷമാണ് ഉണ്ടാകുക. സന്യ വേദീത നിരോധ സമാപത്തിയ വുഠിതം പഞ്ഞായേ ഭിക്കും കടി ഫസ്സ ഫുസന്തീതി. ആര്യെ, ഒരു വ്യക്തി ആ സന്യ വേദീത നിരോധ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഏതു തരത്തിലുള്ള സ്പർശമാണ് ആദ്യം അവർ അനുഭവിക്കുന്നത്? സന്യ വേദീത നിരോധ സമാപത്തിയ വുഠിതം കോ ആവുസോ വിശാഖ ഭിക്കും തയോ ഫസ്സ ഫുസന്തി ശൂന്യതോ ഫസ്സോ അനിമിത്തോ ഫസ്സോ അപ്പണിഹിതോ ഫസ്സോ. ഇത്ര വിശാഖ സന്യ വേദീത നിരോധ എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന ആ ഭിക്ഷുവിന് 3 സ്പർശങ്ങളാണ് സ്പർശിക്കുന്നത്. ശൂന്യത സ്പർശം, അനിമിത്ത സ്പർശം, അപ്പണിഹിത സ്പർശം. ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആ സ്പർശം, അനിമിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിത്തം ഇല്ല അങ്ങനെയുള്ള സ്പർശം, അപ്പണിഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത കാര്യങ്ങൾ. ആര്യെ, ഒരു ഭിക്ഷു ആ സന്യ വേദീത നിരോധ എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സ് എന്തിനോടാണ് ചായുന്നത്? ആ മനസ്സിൻ്റെ ചായ്വ് എങ്ങോട്ടായിരിക്കും? അതിൻ്റെ താല്പര്യം എന്തായിരിക്കും? സന്യ വേദീത നിരോധ സമാപത്തിയ വുഠിതസ്സ കോ ആവുസ വിശാഖ ഭിക്കുണോ വിവേകനിന്നം ചിത്തം ഹോതി വിവേക പോനം വിവേക പഭാരന്തി. ആ സന്യാവേദീത നിരോധ സമാപത്തിയിൽ നിന്ന് പുറത്തു വരുന്ന ആ ഭിക്ഷുവിന് അനാസക്തിയാണ് ഉണ്ടാകുക. ചിത്തത്തിൽ അനാസക്തിയാണ് ഉണ്ടാകുക. ചിത്തം അനാസക്തിയിലേക്കാണ് ചായുന്നത്. അതിൽ അനാസക്തിയായിരിക്കും നിറഞ്ഞിരിക്കുക. അതായത് ഡിറ്റാച്ച്മെൻറ്റ്, ഒന്നിലും ആസക്തിയില്ലാത്ത ഒരവസ്ഥ. ആര്യെ, എത്ര പ്രകാരത്തിലുള്ള വേദനകളുണ്ട്? മിത്ര വിശാഖ, 3 തരത്തിലുള്ള വേദനകളുണ്ട്. സുഖവേദന, ദുഃഖവേദന, അദുഃഖമസുഖവേദന. അതായത് സുഖമുള്ള സംവേദന, ദുഃഖമുള്ള അനുഭവം, അദുഃഖം അസുഖം. അതായത് സുഖമോ ദുഃഖമോ അല്ലാത്ത ന്യൂട്രലായിട്ടുള്ള അനുഭവം. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം എന്നാണ് അർത്ഥം. ആര്യെ, ഈ സുഖവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദുഃഖവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദുഃഖം അസുഖം വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിത്രവിശാഖ, യം ഖോ ആവുസോ വിശാഖ കായികം വാ ചേതസികം വാ സുഖം സാദം വേദീതം അയം സുഖവേദന. മിത്രവിശാഖ, ശരീരത്തിലോ ചിത്തത്തിലോ നമ്മൾ സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് സുഖവേദന എന്ന് പറയുന്നത്. മനസ്സിലോ ചിത്തത്തിലോ എന്തെങ്കിലും ദുഃഖകരമായിട്ടുള്ള ഇഷ്ടമില്ലാത്ത അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് ദുഃഖവേദന എന്ന് പറയുന്നത്. മനസ്സിലോ ചിത്തത്തിലോ സുഖം അല്ലാത്തതോ ദുഃഖം അല്ലാത്തതോ ആയിട്ടുള്ള അനുഭവം അതിനെയാണ് അദുഃഖമസുഖവേദന എന്ന് പറയുന്നത്. സുഖപനയ്യേ വേദന കിം സുഖ കിം ദുഃഖ ദുഃഖവേദന കിം സുഖ കിം ദുഃഖ അദുഃഖമസുഖവേദന കിം സുഖ കിം ദുഃഖാദി. ആര്യെ, ഈ സുഖവേദന എന്ന് പറയുന്നു, അതിൻ്റെ സുഖം എന്താണ്, ദുഃഖം എന്താണ്? ദുഃഖവേദന എന്ന് പറയുന്നു, അതിൻ്റെ സുഖം എന്താണ്, ദുഃഖം എന്താണ്? അദുഃഖ അസുഖ വേദന എന്ന് പറയുന്നു, അതിൻ്റെ സുഖം എന്താണ്, ദുഃഖം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഖ കോ ആവുസോ വിശാഖ വേദന തിടി സുഖ വിപരിണാമ ദുഃഖ. മിത്ര വിശാഖ, സുഖവേദന എപ്പോൾ സ്ഥിതി ചെയ്യുന്നോ അപ്പോൾ സുഖമാണ്. വിപരിണാമ ദുഃഖ, അത് മാറിക്കഴിഞ്ഞാൽ ദുഃഖമായി. ദുഃഖവേദന ഠിതി ദുഃഖ വിപരിണാമ സുഖ. ദുഃഖവേദന അത് സ്ഥിതി ചെയ്യുന്ന സമയത്ത് ദുഃഖമാണ്, അത് മാറിക്കഴിഞ്ഞാൽ സുഖമാണ്. ഇത് നമ്മൾക്ക് അനുഭവമുള്ളതാണ്. അതായത് സുഖസംവേദന, സുഖാനുഭവം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അത് ഉള്ളിടത്തോളം നമ്മൾക്ക് സുഖകരമായിട്ട് തോന്നും.
അത് നിന്ന് കഴിഞ്ഞാൽ അത് ദുഃഖമായിട്ട് പരിണമിക്കും. അതേപോലെ തന്നെ ദുഃഖസംവേദന. നമ്മൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് ദുഃഖം തോന്നും, അത് നിൽക്കുന്നവരെ ദുഃഖമാണ്, പക്ഷേ അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖത്തിലേക്കാണ് മാറുന്നത്. അദുഃഖമസുഖ വേദന ജ്ഞാനസുഖ അജ്ഞാന ദുഃഖാദി. അതായത് അദുഃഖമോ അസുഖമോ ആയിട്ടുള്ള വേദന, ന്യൂട്രലായിട്ടുള്ള ആ സംവേദന ഉണ്ടാകുന്ന സമയത്ത് ജ്ഞാനമുണ്ടെങ്കിൽ സുഖമാണ്, അറിവുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, അജ്ഞാനമാണെങ്കിൽ അത് ദുഃഖമാണ്. ആര്യെ സുഖ സംവേദനയ്ക്ക് കാരണമായിട്ടുള്ള അനിശയം എന്താണ്? ദുഃഖ സംവേദനയ്ക്ക് കാരണമായിട്ടുള്ള അനിശയം എന്താണ്? അസുഖ വേദനയ്ക്ക് കാരണമായിട്ടുള്ള അനിശയം എന്താണ്? അതായത് എന്താണ് അതിൻ്റെ മൂലകാരണം, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? സുഖായ കോ ആവസോ വിശാഖ വേദനായ രാഗാനുസയോ അനുസേതി, ദുഃഖായ വേദനായ പഠികാനുസയോ അനുസേതി, അദുഃഖമസുഖായ വേദനായ അവിജ്ഞാനുസയോ അനുസേതീതി. മിത്രവിശാഖ, സുഖമുള്ള വേദനകൾക്ക് പുറകിൽ എപ്പോഴും രാഗത്തിൻ്റെ അനുസയം ഉണ്ടാകും, അല്ലെങ്കിൽ രാഗത്തിൻ്റെ മൂലം അവിടെ ഉണ്ടാകും. ദുഃഖമുള്ള വേദനകൾക്ക് പുറകിൽ എപ്പോഴും പഠിക അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാകും. അദുഃഖമസുഖ വേദനയ്ക്ക് പുറകിൽ എപ്പോഴും അവിദ്യ ഉണ്ടാകും. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും ശ്രദ്ധാപൂർവം കേൾക്കണം. സബ്ബായ നുഖോ അയ്യേ സുഖായ വേദനായ രാഗാനുസയോ അനുസേതി, സബ്ബായ ദുഃഖായ വേദനായ പഠികാനുസയോ അനുസേതി, സബ്ബായ അദുഃഖമസുഖായ വേദനായ അവിജ്ഞാനുസയോ അനുസേതീതി. ആര്യെ എല്ലാ സുഖവേദനകളും അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ രാഗം എന്ന അനുസയമുണ്ടോ? എല്ലാ ദുഃഖ അനുഭവങ്ങളും അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ ദ്വേഷം എന്ന അനുസയം ഉണ്ടോ? എല്ലാ അസുഖ വേദനകളും അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ അവിദ്യ എന്ന അനുസയം ഉണ്ടോ? അതായത് സാധാരണയായിട്ട് ബുദ്ധൻ്റെ ധ്യാനം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഇങ്ങനെയാണ് പറയാറുള്ളത്: നിങ്ങൾക്ക് സുഖം അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും രാഗമുണ്ട്, അതിനാൽ അത് അനുഭവിക്കരുത്. ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ ദ്വേഷമുണ്ട്, അതിനാൽ അത് അനുഭവിക്കരുത്. അസുഖം ആയിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള സെൻസേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൽ അവിദ്യയുണ്ട്, അതിനാൽ അതും അനുഭവിക്കരുത്. അതായത് അത് ആസ്വദിക്കരുത് എന്നാണ് പറയുന്നത്. സുഖം വരുന്ന സമയത്ത് രാഗത്തോടെ അതിനെ ആസ്വദിക്കരുത്, ദുഃഖം വരുന്ന സമയത്ത് ദ്വേഷത്തോടെ അതിനെ വെറുക്കരുത്. അതേപോലത്തെ ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ അനുഭവിക്കരുത്. അതിനു പകരം അനിത്യ, ദുഃഖ, അനത്ത എന്ന് വേണം നിങ്ങൾ വിചാരിക്കാൻ എന്നാണ് പറഞ്ഞു തരാറുള്ളത്. എത്ര തന്നെ സുഖകരമാണെങ്കിലും അതിനെ ആസ്വദിക്കരുത്, അതിൽ രാഗം പുലർത്തരുത് എന്നാണ് പറയുന്നത്. അതാണ് വീണ്ടും ഇവിടെ വിശാഖ ചോദിക്കുന്നത്: എല്ലാ സുഖത്തിൻ്റെയും പുറകിൽ രാഗമുണ്ടോ? എല്ലാ ദുഃഖത്തിൻ്റെയും പുറകിൽ ദ്വേഷമുണ്ടോ? എല്ലാ ന്യൂട്രലായിട്ടുള്ള സെൻസേഷൻ്റെ പുറകിലും അവിദ്യയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിനുത്തരം ഇതാണ്: നഖോ ആവസോ വിശാഖ സബ്ബായ സുഖായ വേദനായ രാഗാനുസയോ അനുസേതി, ന സബ്ബായ ദുഃഖായ വേദനായ പഠികാനുസയോ അനുസേതി, ന സബ്ബായ അദുഃഖമസുഖായ വേദനായ അവിജ്ഞാനുസയോ അനുസേതീതി. വിശാഖ, അങ്ങനെയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീണ്ടും ഇതിനെ കേൾക്കുക. ന സബ്ബായ സുഖായ വേദനായ രാഗാനുസയോ അനുസേതി. എല്ലാ സുഖത്തിൻ്റെയും പിറകിൽ രാഗം ഇല്ല, രാഗത്തിൻ്റെ അനുസയം ഇല്ല. അതേപോലെ തന്നെ എല്ലാ ദുഃഖ വേദനയുടെ പിറകിലും പഠിക അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ അനുശയം ഇല്ല. എല്ലാ അദുഃഖ അനുഭവങ്ങളുടെയും പിറകിൽ അവിദ്യയുടെ അനുസയം ഇല്ല. ആര്യെ സുഖായ പനയ്യേ വേദനായ കിം പഹാദബ്ബം, ദുഃഖായ വേദനായ കിം പഹാദബ്ബം, അദുഃഖമസുഖായ വേദനായ കിം പഹാദബ്ബന്തി. ആര്യെ സുഖവേദനയിൽ നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? ദുഃഖവേദനയിൽ നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? അസുഖം എന്ന വേദനയിൽ നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? വിശാഖ, സുഖായ വേദനായ രാഗാനുസയോ പഹാദബ്ബോ. സുഖവേദന നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ രാഗാനുസയം ഉപേക്ഷിക്കണം, അതിലുള്ള രാഗം നമ്മൾ ഉപേക്ഷിക്കണം. ദുഃഖായ വേദനായ പഠികാനുസയോ പഹാദബ്ബോ. ദുഃഖവേദനകൾ അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിലുള്ള ദ്വേഷത്തെ നമ്മൾ ഉപേക്ഷിക്കണം. അസുഖം ആയിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്ന സമയത്ത് അവിദ്യ അനുസയം അതിനെ ഇല്ലാതാക്കണം.
ഇത് എല്ലാ ധ്യാന ഗുരുക്കന്മാരും പറയാറുണ്ട്. സുഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് രാഗം പാടില്ല, ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ദ്വേഷം പാടില്ല, അതേപോലെ തന്നെ അദുഃഖം അസുഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിദ്യ പാടില്ല എന്ന് എല്ലാ ഗുരുക്കന്മാരും പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. എന്നാൽ ഇനി അടുത്ത ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. സബ്ബായനുഖോ അയ്യേ സുഖായ വേദനായ രാഗാനുസയോ പഹാദബ്ബോ, സബ്ബായ ദുഃഖായ വേദനായ പഠികാനുസയോ പഹാദബ്ബോ, സബ്ബായ അദുഃഖമസുഖായ വേദനായ അവിജ്ഞാനുസയോ പഹാദബ്ബോതി. ആര്യെ, എല്ലാ സുഖവേദനകളിലും നമ്മൾ രാഗം ഉപേക്ഷിക്കണോ? എല്ലാ ദുഃഖവേദനകളിലും നമ്മൾ ദ്വേഷം ഉപേക്ഷിക്കണോ? എല്ലാ അദുഃഖ അസുഖ വേദനകളിലും നമ്മൾ അവിദ്യ ഉപേക്ഷിക്കണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് മറുപടി, നഖോ ആവുസോ വിശാഖ സബ്ബായ സുഖായ വേദനായ രാഗാനുസയോ പഹാദബ്ബോ, ന സബ്ബായ ദുഃഖായ വേദനായ പഠികാനുസയോ പഹാദബ്ബോ, ന സബ്ബായ അദുഃഖമസുഖായ വേദനായ അവിജ്ഞാനുസയോ പഹാദബ്ബോ. മിത്ര വിശാഖ, എല്ലാ സുഖവേദനകളിലും നമ്മൾ രാഗം ഉപേക്ഷിക്കേണ്ടതില്ല, എല്ലാ ദുഃഖവേദനകളിലും നമ്മൾ ദ്വേഷം ഉപേക്ഷിക്കേണ്ടതില്ല, എല്ലാ അദുഃഖ അസുഖ വേദനകളിലും നമ്മൾ അവിദ്യ ഉപേക്ഷിക്കേണ്ടതില്ല. ഈ കാര്യങ്ങൾ നമ്മളോട് മിക്ക ധ്യാന ഗുരുക്കന്മാരും പറയാറില്ല. ഇനി അത് എവിടെയാണ് അത് അരുതാത്തത് എന്ന് പറയുന്നുണ്ട്. ഇതാവസോ വിശാഖ ഭിക്ഷു വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീഡിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരതി. വിശാഖ, ഒരു ഭിക്ഷു കാമസുഖങ്ങളില്ലാതെ അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ സവിതക്കം സവിചാരം പീതിസുഖം പഥമം ജാനം ഉപസമ്പജ്ജ വിഹരതി. വിതർക്ക വിചാര പീതി സുഖങ്ങളോടുകൂടി പ്രഥമ ധ്യാനം, ഒന്നാമത്തെ ധ്യാനം അതിൽ എത്തിച്ചേർന്നു. ഇവിടെ പീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷം, സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖം. അപ്പോൾ ഈ 5 ധ്യാനാംഗങ്ങൾ ഒന്നാമത്തെ ധ്യാനത്തിലുണ്ടാവും. രാഗം തേന പജഹതി ന തഥാ രാഗാനുസയോ അനുസേതി. ഇതിനാൽ അവർ രാഗം ഉപേക്ഷിക്കുന്നു. ആ സമയത്ത് അവിടെ രാഗാനുസയം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തെ ധ്യാനം എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു ധ്യാനമാണ്. കാരണം അതിൽ പ്രീതി സുഖമുണ്ട്, ശരീരം മുഴുവൻ സുഖ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതിനാൽ അവിടെ സുഖാനുഭവങ്ങളുണ്ട്. പക്ഷേ അവിടെ രാഗമില്ല, അവിടെ രാഗം പരിപൂർണമായിട്ട് ഇല്ലാതായിരിക്കുകയാണ്. കാരണം എന്താണ്? അത് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള സുഖമല്ല, മനസ്സിൻ്റെ സ്വാഭാവിക അവസ്ഥ നമ്മൾ നേടുന്ന സമയത്തുള്ള സുഖമാണ് ഇത്. അതായത് അവിടെ 5 നീവരണങ്ങളില്ല, അകുശല ധർമ്മങ്ങളില്ല. അപ്പോൾ ഉള്ളത് ഈ സുഖം മാത്രമായിരിക്കും. അതാണ് ഈ സുഖത്തിൽ രാഗമില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് കാരണം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് സുഖ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് രാഗമുണ്ടാകുമോ എന്ന് നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവിടെ രാഗം ഇല്ല. കാരണം അവിടെ കാമങ്ങളില്ല, ഇന്ദ്രിയ സുഖങ്ങളില്ല, അതുകൂടാതെ അകുശല ധർമ്മങ്ങളില്ല. അത് കാരണം അവിടെ രാഗങ്ങൾ ഒട്ടും തന്നെ ഇല്ല. എന്നാൽ വിശാഖ, ഒരു ഭിക്ഷു ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് ആ ആര്യ ശ്രാവകന്മാർ വിഹരിക്കുന്ന ആ ആയതനം നേടിക്കൊണ്ട് ഞാൻ വിഹരിക്കുന്നത്? ഇതി അനുത്തരേസു വിമോഖേസു പീഹം ഉപഠാപയതോ ഉപജ്ജതി പീഹപ്പച്ചയ ദോമനസം. ആ ഭിക്ഷു ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിയിട്ടേയുള്ളൂ. പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അനുത്തരം വിമോഖം എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് ഒന്നാമത്തെ ധ്യാനത്തിലെത്തിയ ആ ഭിക്ഷു ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്കെപ്പോഴാണ് ആ ആത്യന്തികമായിട്ടുള്ള വിമുക്തി അല്ലെങ്കിൽ അർഹന്തൻ്റെ അവസ്ഥ ലഭിക്കുന്നത്? ഇങ്ങനെ ആ ഭിക്ഷു വിചാരിക്കുകയാണെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ദുഃഖമാണ് ഉണ്ടാകുക. കാരണം അവിടെ അതിനുള്ള ആഗ്രഹമുണ്ടായി, അതിനാൽ ആ വ്യക്തിക്ക് ദുഃഖമുണ്ടായി. ആ സമയത്ത് പഠികം തേന പജഹതി, ആ സമയത്ത് ആ വ്യക്തിയുടെ ദ്വേഷം ഉപേക്ഷിക്കപ്പെടുന്നു. ന തത്ത പഠികാനുസയോ അനുസേതി, ആ സമയത്ത് ആ ഭിക്ഷു ആ ദ്വേഷത്തെ പിന്തുടരുന്നില്ല. അതായത് ഈ ആഗ്രഹം വന്നു, എപ്പോഴാണ് ഞാൻ അർഹന്തൻ ആകുന്നത് എന്ന ആഗ്രഹം വന്നു. അത് വന്ന ഉടനെ തന്നെ ആ ഭിക്ഷുവിന് അത് മനസ്സിലായി, എനിക്ക് ഈ ആഗ്രഹം വന്നു. അപ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നതോടുകൂടി ആ ദ്വേഷവും ഇല്ലാതാവുന്നു. അതുകൂടാതെ അതിൻ്റെ അനുസയവും അവിടെ ഇല്ലാതാവുന്നു. ഇതാവസോ വിശാഖ ഭിക്ഷു സുഖസ്സ ച പഹാണ ദുഃഖസ്സ ച പഹാണ പുബ്ബേവ സോമനസ ദോമനസാനം അട്ടംഗമ അദുഃഖമസുഖം ഉപേഖാ സതീ പാരിശുദ്ധം ചതുർത്ഥം ധ്യാനം ഉപസമ്പജ്ജ ഭേർതി.
വിശാഖ ഇങ്ങനെ കരുതുക, ഒരു ഭിക്ഷു സുഖത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട്, മുൻപുണ്ടായിരുന്ന സോമനസ്സവും ദൗമനസ്സത്തെയും ഇല്ലാതാക്കിക്കൊണ്ട്, അദുഃഖം അസുഖം ആയിട്ടുള്ള ഉപേക്ഷ സതി പാരിശുദ്ധത്തോടു കൂടിയിട്ടുള്ള നാലാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക. അവിദ്യ തേന പജഹതി, ആ വ്യക്തിയുടെ അവിദ്യ പരിപൂർണമായിട്ടും നഷ്ടമാകുന്നു. ന തത്ത അവിദ്യാനുസയോ അനുസേതീതി, ആ സമയത്ത് ആ ഭിക്ഷുവിൽ അവിദ്യയുടെ ആസവം അനുസയം അവിടെ ഉണ്ടാകുന്നല്ല. അതായത് നാലാമത്തെ ധ്യാനം എന്ന് പറയുന്നത് ന്യൂട്രലായിട്ടുള്ള ഒരു സംവേദനയാണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ സാധാരണ രീതിയിൽ അവിടെ അവിദ്യ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നാലാമത്തെ ധ്യാനത്തിൽ ഒരിക്കലും അവിദ്യ ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. വിശാഖ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്, ആര്യയെ സുഖത്തിന് സമാനമായിട്ടുള്ള കാര്യം എന്താണ്? മിത്ര വിശാഖ, ദുഃഖമാണ് സുഖത്തിന് സമാനമായിട്ടുള്ള കാര്യം. ആര്യയെ ദുഃഖത്തിന് സമാനമായിട്ടുള്ള കാര്യം എന്താണ്? മിത്ര വിശാഖ, സുഖവേദനയാണ് ദുഃഖത്തിന് സമാനമായിട്ടുള്ള കാര്യം. അദുഃഖ മസുഖ വേദന, അതിൻ്റെ സമാനമായിട്ടുള്ള കാര്യം എന്താണ്? വിശാഖ, അവിദ്യയാണ് അദുഃഖ അസുഖ വേദനയ്ക്ക് സമാനമായിട്ടുള്ള കാര്യം. ആര്യ, അവിദ്യയ്ക്ക് സമാനമായിട്ടുള്ള കാര്യം എന്താണ്? വിശാഖ, വിദ്യയാണ് അവിദ്യയ്ക്ക് സമാനമായിട്ടുള്ള കാര്യം. വിദ്യ പഞ്ഞ, അതിന് സമാനമായിട്ടുള്ള കാര്യം എന്താണ്? മിത്ര വിശാഖ, വിമുക്തിയാണ് വിദ്യ പഞ്ഞ അതിന് സമാനമായിട്ടുള്ള കാര്യം. ആര്യ, വിമുക്തിക്ക് സമാനമായിട്ടുള്ള കാര്യം എന്താണ്? മിത്ര വിശാഖ, നിബ്ബാണമാണ് വിമുക്തിക്ക് സമാനമായിട്ടുള്ള കാര്യം. ആര്യ, നിബ്ബാണത്തിന് സമാനമായിട്ടുള്ള കാര്യം എന്താണ്? അപ്പോൾ ഭിക്ഷുണി ധമ്മദിന ഇങ്ങനെ പറഞ്ഞു, വിശാഖ, താങ്കൾ കൂടുതൽ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഏതുവരെ ചോദിക്കാം എന്ന് താങ്കൾക്ക് അറിയുന്നില്ല. മിത്ര വിശാഖ, നിബ്ബാണമാണ് എല്ലാറ്റിൻ്റെയും അവസാനം. അതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് നിബ്ബാണം തന്നെയാണ്. അതായത് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മളുടെ നിബ്ബാണമാണ്. അതിൽ കവിഞ്ഞ ഒന്നും തന്നെ ഇല്ല, അതിനപ്പുറത്ത് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭിക്ഷുണി ധമ്മദിന വീണ്ടും വിശാഖ ഉപാസകനോട് ഇങ്ങനെ പറഞ്ഞു, മിത്ര വിശാഖ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുക. അദ്ദേഹം പറയുന്ന ഉത്തരത്തെ താങ്കൾ അതേപോലെ തന്നെ ഓർമ്മിക്കുക. അപ്പോൾ ഉപാസകനായിട്ടുള്ള വിശാഖൻ ധമ്മദിന ഭിക്ഷുണി പറഞ്ഞ കാര്യങ്ങൾ സമ്മതിച്ചു. തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ഭിക്ഷുണി ധമ്മദിന്യയെ വന്ദിച്ചു. എന്നിട്ട് ബഹുമാനപൂർവം ഭിക്ഷുണി ധമ്മദിന തൻ്റെ വലതുവശത്ത് വരുന്ന പ്രകാരം 3 പ്രാവശ്യം പരിക്രമണം ചെയ്തു. അതിനുശേഷം വിശാഖ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് താനും ധമ്മദിന്യയും തമ്മിലുള്ള സംഭാഷണം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. വിശാഖ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, പണ്ഡിത വിശാഖ ധമ്മദിന ഭിക്ഷുണി മഹാപന്യ വിശാഖ ധമ്മദിന ഭിക്ഷുണി. വിശാഖ, ധമ്മദിന ഭിക്ഷുണി പണ്ഡിതയാണ്. ധമ്മദിന ഭിക്ഷുണി മഹാപ്രജ്ഞാവതിയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഭിക്ഷുണി ധമ്മദിന പറഞ്ഞ അതേ ഉത്തരങ്ങൾ തന്നെയായിരിക്കും ഞാനും പറയുക. അതുതന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഇതിനെ തന്നെയാണ് താങ്കൾ ഓർമ്മിക്കേണ്ടത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഉപാസകൻ വിശാഖ വളരെ തൃപ്തനായി, വളരെ സന്തുഷ്ടനായി ഭഗവാന്റെ വചനത്തെ അനുമോദിച്ചു. ചൂള വേദള്ള സൂത്തം നിഠിതം. ഈ സൂത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ധ്യാനം ചെയ്യുന്നവരോട് മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൽ രാഗമുണ്ട്, ആസക്തിയുണ്ട്, നിങ്ങൾ ഒരിക്കലും മുന്നേറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അത് തീർത്തും തെറ്റാണ് എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ധ്യാനത്തിൻ്റെ പീതി സുഖത്തിൽ ഒരിക്കലും രാഗം എന്ന് പറയുന്ന കാര്യമില്ല. അവിടെ ദ്വേഷമോ അവിദ്യയോ ഒട്ടും തന്നെ ഇല്ല. അകുശലധർമ്മങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെയാണ് നമ്മൾ ധ്യാനത്തിൽ എത്തുന്നത്. ധ്യാനം പഠിക്കണം എന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ തീർച്ചയായിട്ടും ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ ബന്ദേ വിമലാരംസി ധ്യാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ധ്യാനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമുക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം.
ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.